അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയാം. അയ്യൂബ് നബി അലൈഹി സ്വലാം വളരെ സമ്പന്നനും ആരോഗ്യവാനുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ധാരാളം സമ്പത്തും കന്നുകാലികളും സന്താനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ക്ഷമയെയും വിശ്വാസത്തെയും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, പിന്നീട് മക്കളെയും നഷ്ടമായി. ശേഷം കഠിനമായ രോഗം ബാധിച്ചു. ശരീരം ഒട്ടാകെ വേദനയും ദുരിതവുമായിരുന്നു അയ്യൂബ് നബിക്ക്. പലരും അദ്ദേഹത്തെ വിട്ടുപോയി, പക്ഷേ ഭാര്യ മാത്രം കൂടെ ഉണ്ടായിരുന്നുവെന്ന് ചില ഇസ്ലാമിക പാരമ്പര്യ കഥകളിൽ പറയപ്പെടുന്നു. ഇത്രയും കഷ്ടതകൾക്കിടയിലും അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരിക്കൽ പോലും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ദുആ ചെയ്തു. സൂറത്തു അൻബിയയിൽ പറയുന്നു, റബ്ബ ഇന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ കരുണയുള്ളവളിൽ ഏറ്റവും കരുണയുള്ളവനാണ്. അദ്ദേഹത്തിന്റെ ക്ഷമ കണ്ട അള്ളാഹു അദ്ദേഹത്തോട് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടാൻ പറഞ്ഞു. അവിടെ നിന്നും വെള്ളം പൊട്ടിപ്പുറത്തു വന്നു. ആ വെള്ളം നിനക്കുള്ളതാണ്, ഇതിൽ കുളിക്കാം, കുടിക്കാം, തണുത്തതാണ്. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാം ആ വെള്ളത്തിൽ കുടിച്ച് നീണ്ട 18 വർഷത്തിനൊടുവിൽ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി. തൻ്റെ സമ്പത്തും ആരോഗ്യവും കുടുംബവും അള്ളാഹു അവന് തിരിച്ചു നൽകി. ഇന്ന് ആ കുളമുള്ളത് ഒമാനിലെ സലാലയിലാണ്. പരീക്ഷണങ്ങളുണ്ടാവാം, നഷ്ടങ്ങളുണ്ടാവാം, ആളുകൾ വിട്ടുപോവാം. പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്.